വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ മനംനൊന്ത ഓട്ടോ ഡ്രൈവർ ഷൌക്കത്ത് ജീവനൊടുക്കിയത് ഗതാഗത സെക്രട്ടറി TV അനുപമ അന്വേഷിക്കും. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. MVD ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുക. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഷൌക്കത്ത് പങ്കുവച്ച ദൃശ്യങ്ങളും കുറിപ്പും പരിശോധിക്കും. അശ്വിൻ ഡിയേഗോ വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ മരണം സങ്കടകരമാണ് എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ അന്വേഷണത്തിന് TV അനുപമയെ നിയോഗിച്ചിരിക്കുകയാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക? സ്മൃതി, പ്രധാനമായും ഈ AMVIക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ഏജന്റ് മുഖാന്തരം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ അടക്കം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ആരോപണങ്ങൾ സത്യമാണോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുക എന്നുള്ളതാണ്. MVD ഉദ്യോഗസ്ഥരിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഇത്തരത്തിൽ മാനസികമായി ഇയാളെ ഷൌക്കത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഗതാഗത കമ്മീഷനോട് ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അല്പസമയം മുമ്പ് ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് 2025 നവംബറിലാണ് അവസാനമായി ഈ ഷൌക്കത്ത് ഓട്ടോറിക്ഷയുമായി ഈ ഒരു വാഹന പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നതും CF സർട്ടിഫിക്കറ്റിന് വേണ്ടി അവിടെ എത്തുന്നതും. പക്ഷേ അതിനുശേഷം ഇയാൾ ഈ വാഹനവുമായി അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഗതാഗത കമ്മീഷനുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അന്ന് ഈ വാഹനം പരിശോധിച്ച് ഫിറ്റ്നസ് നൽകാതിരുന്ന ഉദ്യോഗസ്ഥനെ സ്വാഭാവികമായ ട്രാൻസ്ഫർ നൽകി മറ്റിടങ്ങളിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതിനുശേഷം ഈ ഷൌക്കത്ത് ഇത്തരത്തിൽ ഈ RTO ഓഫീസിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ വാഹനത്തിന് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരുന്നത് അത് അനധികൃതമായി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അന്നും ഇത്തരത്തിൽ ഈ മാറ്റങ്ങളുമായാണ് ഈ വാഹനം എത്തിയത്. അതിനുശേഷം തന്നെ അന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ഈ വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ, അതായത് ആ ഹാൻഡിൽ അതുപോലെ തന്നെ ഈ മീറ്ററിന്റെ ഭാഗങ്ങളിൽ ഘടിപ്പിക്കുന്ന ഈ കമ്പികൾ അത് മാറ്റി ഓട്ടോയിൽ തന്നെ വരുന്ന സ്റ്റോക്ക് കമ്പികൾ വെക്കണം എന്നൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിനുശേഷം ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഗതാഗത സെക്രട്ടറിയെ ഇപ്പോൾ ചുമത്തി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2 ദിവസം. അശ്വിൻ ഡിയോഗോ ആണ് വിവരങ്ങൾ നൽകിയത്.